മെട്രോ സിറ്റിയായ കൊച്ചിയിൽ പേട്ടയ്ക്ക് സമീപം താമരശ്ശേരി റോഡിലാണ് ഈ അപകടം നടന്നത്. പുലർച്ചെ 5:45-ന് ഈ താമരശ്ശേരി റോഡിൽ നിന്ന് ഒരു യാത്രക്കാരനെ പിക്ക് ചെയ്യാൻ വന്ന വാഹനമാണ്, ഓൺലൈൻ ടാക്സി കാറാണ്. ഇതുവഴി വന്ന് അവിടെ നിന്നായിരുന്നു യാത്രക്കാരനെ എടുക്കേണ്ടിയിരുന്നത്. പക്ഷേ വലത്തോട്ട് തിരിയുന്നതിന് പകരം കാർ ഒന്ന് റിവേഴ്സ് എടുക്കാൻ വേണ്ടി ഈ കാണുന്ന ഇടതു ഭാഗത്തേക്ക് തിരിയുകയായിരുന്നു. ഈ ഭാഗത്തിന്റെ പ്രത്യേകത റോഡും തോടും ഒന്നായി കിടക്കുന്നു എന്നുള്ളതാണ്. അതായത് ഇത്രയും വീതിയാണ് ഈ റോഡിനുള്ളത്. അതിന്റെ പകുതി ഭാഗം കയറ് കെട്ടിയതിന് വലതുവശത്തുള്ളത് തോടും ഇടതുവശത്തുള്ളത് റോഡുമാണ്. പക്ഷേ ഈ കയർ നേരത്തെ ഉണ്ടായിരുന്നില്ല. മാത്രമല്ല പഞ്ചായത്തിന്റെയോ കോർപ്പറേഷന്റെയോ ഭാഗത്തുനിന്ന് യാതൊരു വിധത്തിലുള്ള മുന്നറിയിപ്പ് സംവിധാനവും ഈ പോസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഇത് അപകടത്തിന് ശേഷം വെച്ചതാണ്. ഈ വാഹനം ഇവിടെ വന്ന് റിവേഴ്സ് എടുത്തപ്പോൾ ഞാൻ നിൽക്കുന്നതിന് ഇതുവരെ റോഡാണ്, ഇതിനപ്പുറത്തേക്ക് തോടാണ്. ഒരാളോളം താഴ്ചയുണ്ട്. കാറിന്റെ പിൻഭാഗത്തെ ടയറുകൾ ഈ തോടിലേക്ക് താഴുന്നു. പിന്നാലെ വാഹനം പൂർണ്ണമായും താഴുകയും ഏതാണ്ട് ഒരു 20 മീറ്ററോളം പുറകോട്ട് ഒഴുകി പോവുകയും ചെയ്തു. ഡ്രൈവർ ഈ ഗ്ലാസ് താഴ്ത്തി വിട്ടതിനാൽ ആ ഗ്ലാസ്സിലൂടെ പിടിച്ച് നമ്മളെ കാണുന്ന മതിലിലേക്ക് കയറുകയും ബഹളമുണ്ടാക്കിയ ആളുകളെ വിളിക്കുകയുമായിരുന്നു. ഇതിന്റെ ഒരു അപകടം മനസ്സിലാക്കണമെങ്കിൽ ഇപ്പം വെള്ളം അല്പം ഇറങ്ങിയിട്ടുണ്ട്. ഇത് ഈ വീട്ടിലേക്ക് നടന്നു പോകാനുള്ള ഒരു സ്ലാബാണ്. ഇത് കഴിഞ്ഞാൽ ഈ കാണുന്നതൊക്കെ തോടാണ് എന്നുള്ളതാണ്. നേരത്തെ ഈ ഒരാൾ താഴ്ചയിലുള്ള തോട്ടിൽ ഇറങ്ങി നിന്നാണ് ആളുകൾ, പ്രദേശവാസികൾ ഈ കാറ് ഉയർത്തിയെടുക്കുന്നതിനുള്ള ശ്രമം നടത്തിയത്. 5:45-ന് സംഭവം നടക്കുന്നു. 6:30 മുതൽ നാട്ടുകാർ ഒന്നടങ്കം ഈ തോട്ടിലിറങ്ങി ആളുകൾ ഈ കാറ് വലിച്ചു കയറ്റി കൊണ്ടുപോകാനുള്ള ശ്രമം നടത്തുകയായിരുന്നു. ആളുകൾ പറയുന്നത് വീട്ടിൽ നിന്നുൾപ്പെടെ കുട്ടികളടക്കം പുറത്തേക്കിറങ്ങിയാൽ തോടിലേക്ക് വീഴും. മഴയായാൽ അപകടങ്ങൾ പതിവാണ്. കഴിഞ്ഞ മാസം ഒരു ട്രാവലർ വീണിരുന്നു. അതിനു മുമ്പ് ഓൺലൈൻ ഫുഡ് ഡെലിവറി വാഹനങ്ങൾ, ഇരുചക്ര വാഹനങ്ങൾ വരുമ്പോൾ ഈ തോടിലേക്ക് വീണ് മുങ്ങുകയും ആളുകൾ പിടിച്ചു കയറ്റുകയും ചെയ്യേണ്ടത് സ്ഥിരം സംഭവമാണ് എന്നതാണ് ആളുകൾ പറയുന്നത്. ഞങ്ങൾ 25 കൊല്ലമായിട്ട് ഞങ്ങൾ ഇവിടെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. സ്കൂട്ടർ ഇടയ്ക്കിടയ്ക്ക് വീഴുന്നുണ്ട്. കാറ് ആദ്യമായിട്ടാണ് വീണിക്കണത്. ആ പ്രശ്നം മുനിസിപ്പാലിറ്റിയും കൂടെ ഉള്ള തർക്കമാണ്. ഞങ്ങളുടേതല്ല. രണ്ടുപേരും വിളിക്കുമ്പോൾ പറയും ഞങ്ങളുടേതല്ല, ഇത് നിങ്ങളുടേതാണ്. നിങ്ങൾ പറയും ഞങ്ങളല്ല. ഇത് രണ്ടുപേരും കൊണ്ട് ഈ നടുക്ക് കിടക്കണം, ഞങ്ങൾ കിടന്ന് അനുഭവിക്കാം. ഇതൊരു തർക്കമാണ് ഇവിടെ നടക്കുന്നത്. അതായത് 2 കൗൺസിലർമാരുണ്ട്, 2 ജനപ്രതിനിധികളുണ്ട്. 2 പേരും വിഷയത്തിൽ ഇടപെടുന്നില്ല. നമുക്ക് ഈ നാട്ടുകാരുടെ പ്രതികരണത്തിലേക്ക് പോകാം. മണിക്കൂറുകളോളം നിങ്ങൾ വെള്ളത്തിൽ നിന്നാണ് ഈ വാഹനം പൊക്കിയത്. ഡ്രൈവറുടെ ഒപ്പം വേറെ യാത്രക്കാരുണ്ടായിരുന്നു. അവരെ ഒന്നും ചെയ്യാൻ പറ്റില്ല, ഡോർ തുറക്കാൻ പറ്റില്ല. അയാൾ എന്തോ വാങ്ങിക്കൊണ്ട് ഡോർ തുറന്ന് പോകുന്ന പുറത്തേക്ക്. 2 കൗൺസിലർമാരും 2 MLA-മാരും തമ്മിലുള്ള അതിർത്തി തർക്കമാണ്. അത് തന്നെ വേറെ വ്യത്യാസമൊന്നും. ഇത് കാലങ്ങളായിട്ട് കിടക്കുന്ന അവസ്ഥ ഇവിടുത്തെ. ആര് നന്നാക്കണം എന്നുള്ളതിലാണ് സംശയം. എന്തായാലും ആളുകൾ അവരുടെ രോഷം മനസ്സിലാക്കും. അതായത് വോട്ട് ചോദിക്കാൻ കൃത്യമായി തന്നെ ആളുകൾക്ക് വീട് തിരിച്ചറിഞ്ഞ് സ്ഥലം തിരിച്ചറിഞ്ഞ് വരാറുണ്ട്. പക്ഷേ ഈ തോടിന് മുന്നിൽ ഒരു സ്ലാബ് ഇടാനും ഒരു മുന്നറിയിപ്പ് ബോർഡ് വെക്കാനും വരുമ്പോൾ ഇത് എന്റെ സ്ഥലമല്ല എന്ന് പറഞ്ഞ് കൗൺസിലറും MLA-യും കൈ ഒഴിയുകയാണ് എന്നതാണ് നാട്ടുകാർ പറയുന്നത്. എന്തായാലും വലിയ അപകടകരമായ ഒരു സാഹചര്യമാണ്. കിലോമീറ്ററുകളോളം ഈ തോട് ഇങ്ങനെ തുറന്നു കിടക്കുകയാണ്. വീടുകളിലേക്ക് കയറേണ്ട ഇടങ്ങളിൽ മാത്രം ആളുകൾ സ്ലാബ് ഇട്ടിരിക്കുന്നു. ബാക്കി ഭാഗം റോഡ് അത് തോടായി തന്നെ തുറന്നു കിടക്കുന്ന ഒരു അവസ്ഥയാണ്. ക്യാമറമാൻ വിജേഷ് പുതുവാശ്ശേരിക്കൊപ്പം റിയ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.